ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റാണ്. നമ്മൾ പലരും പറയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നില്ല, ലഞ്ച് കഴിക്കും, പക്ഷേ ഡിന്നർ നമ്മൾ അതിനെല്ലാം കൂടെ ചേർത്ത് കഴിക്കും. ഒരു 7 മണിക്ക് മുമ്പ് നമ്മൾ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ലേറ്റ് നൈറ്റ് ഡിന്നർ കഴിക്കുന്ന പലർക്ക് വെയിറ്റ് ലോസ് ശ്രദ്ധിക്കുന്ന പലരും പറയുന്നത് പലപ്പോഴും എത്ര നോക്കിയിട്ടും വെയിറ്റ് കുറയുന്നില്ല. അതിൻ്റെ ഒരു പ്രധാന റീസൺ നമ്മുടെ ഈ ലേറ്റ് നൈറ്റ് ഡിന്നറാണ്. ലേറ്റ് നൈറ്റ് ഡിന്നർ എന്ന് വെച്ചാൽ എസ്പെഷ്യലി ആഫ്റ്റർ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഒരു 9 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷം കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ബേസിക്കലി നമ്മുടെ ബോഡിയിൽ ഒരു സിർക്കേഡിയൻ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, ഒരു സിർക്കേഡിയൻ റിതമുണ്ട്. അപ്പോൾ നമ്മുടെ സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തേക്ക് അതിനോടനുബന്ധിച്ച് നമ്മൾ നമ്മുടെ ഈ പറയുന്ന ഭക്ഷണവും നമ്മുടെ ഡിന്നർ നമ്മൾ അതിനോടനുബന്ധിച്ച് ഒരു 7 മണിക്ക് മുമ്പ് നമ്മൾ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്ന വല്ലപ്പോഴുള്ള ഇതല്ല പറയുന്നത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ പല ഹോർമോൺസ് ഇപ്പം നമുക്ക് വേണ്ട, നമുക്ക് ഇതിലൂടെ ഈ പറയുന്ന ഫാറ്റ് ബേണിങ്ങിനൊക്കെ വേണ്ട, നമ്മുടെ ഉറക്കത്തിൽ വേണ്ട നല്ല ഗ്രോത്ത് ഹോർമോൺ പോലുള്ള സംഭവങ്ങൾ കുറവാകുകയും അതോടൊപ്പം തന്നെ ഈ ഹങ്ങർ ഹോർമോൺസ് കൂടുകയും രാത്രി കഴിക്കുമ്പോൾ നമ്മൾ പലരും പറയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നില്ല, ലഞ്ച് കഴിക്കും, പക്ഷേ ഡിന്നർ നമ്മൾ അതിനെല്ലാം കൂടെ ചേർത്ത് കഴിക്കും. ലേറ്റ് ഡിന്നർ ആകുമ്പോൾ നാച്ചുറലി കൂടും. സോ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ആസ് ഫാറ്റായിട്ട് നമുക്ക് കൂടുതലുണ്ട് വരികയും നമ്മൾ എക്സസൈസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതൊരു വ്യത്യാസം വരുന്നത്. സോ 80% നമ്മുടെ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റാണ്. 20% ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സസൈസ് ഉള്ളൂ. നമ്മൾ നാളുകൾ കൊണ്ട് അക്വയർ ചെയ്താണ് ഈ വെയിറ്റ്. അത് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു ഗ്രാജുവലായിട്ടൊരു സയൻറ്റിഫിക് രീതിയിൽ മാത്രമേ വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ.